നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഹാട്രിക് കിരീടമാണ് PSG ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇത്തവണ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാണോ? അതിപ്പോൾ ആദ്യ വർഷം അവർ കിരീടം ചൂടി ആദ്യ വർഷം എളുപ്പമായിട്ടാണോ കപ്പടിച്ചത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് കഠിനം എളുപ്പം എന്നൊന്നുമില്ല. ലൂയിസ് എൻറിക്കയുടെ ടീം വല്ലാത്തൊരു ചാർജിലാണ് നിൽക്കുന്നത്. ഏതായാലും ആരൊക്കെയാണ് അവരുടെ എതിരാളികൾ നോക്കാം. കടുത്ത എതിരാളികളുണ്ട്, അക്കാര്യത്തിൽ തർക്കമില്ല. ബാഴ്സയും സിറ്റിയും റോമയും വില്ലയും ഒക്കെ അടങ്ങുന്ന കടുത്ത എതിരാളികൾ തന്നെയുണ്ട്. PSG എതിരാളികൾ ആരൊക്കെ നോക്കാം. പോർട്ട് 1 നിന്ന് അവരുടെ എതിരാളികളായിട്ട് വന്നത് ബാഴ്സയും സിറ്റിയുമാണ്. ഇതിൽ ബാഴ്സയ്ക്കെതിരെ ഹോം മത്സരമാണ്. പാർക്ക് ഡെസ് പ്രിൻസസിലാണ് കളി നടക്കുക. അതൊരു ഇൻട്രസ്റ്റിംഗ് പോരാട്ടമായിരിക്കും. ലൂയിസ് എൻറിക്ക ബാഴ്സയ്ക്കെതിരെ ടീമിനെ ഇറക്കുന്നു. ഫെറാൻ ടോറസ് ബാഴ്സയ്ക്കെതിരെ കളിക്കാൻ ഇറക്കുന്നു. വാവ്, സൂപ്പറായിട്ടുള്ള ഒരു മാച്ചപ്പ് അവിടെ ഉണ്ടാവും. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള മത്സരം എവേ മത്സരമാണ്. അത് എത്തിഹാദിൽ പോയിട്ട് കളിക്കണം. AS റോമയാണ് പോർട്ട് 2 നിന്ന് വന്ന ഒരു ടീം. അത് ഹോം മത്സരമാണ്. AS റോമയ്ക്കെതിരെയുള്ള കളി. പിന്നെ ആസ്റ്റൺ വില്ലയാണ് എതിരാളികൾ. ആ കളി എവേ മത്സരമാണ്. പോർട്ട് 3 നിന്ന് ഗാലറ്റസറായും വിയ്യാറയലുമാണ് വന്നത്. ടർക്കിഷ് ക്ലബിനെതിരെ ഹോം മത്സരവും സ്പാനിഷ് ക്ലബിനെതിരെ എവേ മത്സരവുമാണ്. പോർട്ട് 4 നിന്ന് സ്ലാവൻ ബ്രാറ്റിസ്ലാവ വന്നു. അത് ഹോം മത്സരമാണ്. പിന്നെ കോമോയാണ് എതിരാളികൾ. ഇറ്റാലിയൻ ക്ലബായിട്ടുള്ള കോമോക്കെതിരെ എവേ മത്സരം കളിക്കണം. ഇതാണ് PSG യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഫേസിലെ എതിരാളികൾ. ചില്ലറക്കാരല്ല എന്നർത്ഥം. കടുത്ത പോരാട്ടത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ PSG ഒരിക്കൽ കൂടി കരുത്ത് കാണിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.